ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാപ്പാട് ബീച്ചിലാണുള്ളത്. ഇവിടെ എന്തിനാ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കനിവ് സ്നേഹതീരത്തിൻ്റെ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് വന്നപ്പോഴാണ് ഞാൻ ഇവരെ പരിചയപ്പെട്ടത്. ഇയാൾ പറഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക, ഒരുപാട് ഒരു ചെറിയ നടനും കൂടിയാണ്. അപ്പോൾ മൂപ്പരെ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ ഇവരെ കാര്യങ്ങളൊന്ന് കേട്ടപ്പോൾ ഒന്ന് പരിചയപ്പെടണം തോന്നി. അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ മൂപ്പരോട് തന്നെ ചോദിക്കാം. അപ്പോൾ നിങ്ങളെ പേരെന്താ? ചെയ്ത്. ആ ശരി. പിന്നെ വേറെ ഒന്നുണ്ട്, മൂപ്പര് നിങ്ങള് മലപ്പുറം വന്നിക്കണല്ലേ? മലപ്പുറം ഉണ്ടായിരുന്നു. മലപ്പുറം എന്തായിട്ട് വന്നിനെ? മലപ്പുറം വാർപ്പിന്റെ പണിക്ക് സെന്ററിങ്ങിന്റെ ജോലിക്ക് വന്നേനു. എന്തിനാ? ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു അല്ലേ? ഹോസ്പിറ്റൽ 2 ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. 2 മാസം പോലെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ അപ്പൊ ഇവിടുന്ന് പോരാനുള്ള കാരണം? അവിടുന്ന് മറ്റേ വാർപ്പിന്റെ മുകളിൽ വീണിട്ട് ഇവിടെ നാട്ടിലേക്ക് വന്നു. വീണിട്ട് കാലം അസൂസിയായില്ലേ? പണി പോയി, എല്ലാം പോയി, പല്ലൊക്കെ പോയി. എല്ലാം ഇപ്പൊ വിളിക്കുന്നുണ്ട്, പോകാൻ പറ്റില്ല, ബാലൻസിന്റെ കുറവുണ്ട്. അങ്ങനെ ഉണ്ടല്ലേ? അപ്പൊ അളി കഴിഞ്ഞപ്പോ പിന്നെ പ്രശ്നം വരും. അപ്പൊ ഏതായാലും ഇപ്പോൾ ഈ കടപ്പുറത്തിന്റെ തൊട്ടടുത്താണ് വീട് അല്ലേ? കടലിന്റെ തൊട്ടടുത്താണ് വീട്. അപ്പൊ ഈ രാത്രി ഒരു നിങ്ങൾക്ക് പേടിയും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ തരണ്ട് നമ്മളിപ്പോ ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്നെ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ട് എനിക്ക് പേടിയാവാം. അപ്പൊ നിങ്ങള് ഇവിടെ കടക്കണ ആളുകൾക്കാവുമ്പോ ഇല്ല, ഒരു പേടിയില്ല. കഴിഞ്ഞ ഇതിന്റെ മുന്നേ ഒരു 4-5 കൊല്ലം മുന്നേ ഒരു സുനാമി വന്നു. സുനാമി വന്നിട്ട് ഇവിടെ എല്ലാരും സ്കൂളിലൊക്കെ എല്ലാം മാറിയിട്ടു. നമ്മള് 4 ആള് ഇവിടെ ഉള്ളു. അപ്പൊ നിങ്ങള് പിന്നെ വേറെ എന്തേ ഇപ്പൊ ഇവിടുന്ന് വേറെ എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്യണ്ടോ? ഇവിടെ കടലിൽ അങ്ങനെ വല വീശാൻ പോകും. വല വീശി മീനുകളെ കിട്ടലുണ്ടോ? കിട്ടൂലേ? കിട്ടും. ശരി. പിന്നെ അത്യാവശ്യം കൊടുക്കുകയും ചെയ്യും. ഇപ്പൊഴൊന്നുമില്ല, ഞങ്ങള് വന്ന അല്ല അങ്ങനെ പിന്നെ അങ്ങനെ കൊടുക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതില് കാര്യമുള്ളൂ അല്ലെ? കറി കിട്ടിയൊന്നും കറി കൂട്ടിയിട്ട് കാര്യമല്ല, നമുക്ക് ബാക്കിയുള്ള സംഗതി നടക്കണ്ടേ അല്ലേ? എല്ലാം നടക്കണ്ടേ? അതെ അതെ. കുറച്ചൊക്കെ ഇറക്കി കൊടുക്കും, ബാക്കി ആരെങ്കിലും വന്നാ കൊടുക്കും. പിന്നെ ഞാനൊരു നടനാണെന്ന് പറഞ്ഞു. എന്താ അങ്ങ് ഷോർട്ട് ഫിലിം അങ്ങനെ എന്ത്? ഷോർട്ട് ഫിലിം ഉണ്ട്, അതിന്റെ പേര് അല്ല നിങ്ങള് പറഞ്ഞാ മതി. പിന്നെ അതിൽ അഭിനയിച്ച ഒരു വ്യക്തി കൂടിയാണ് കാപ്പാട് റഷീദിന്റെ ഇതിലാണുള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ അതെല്ലാരും സെർച്ച് ചെയ്ത് കാണാം. അപ്പൊ നമ്മളെ ഈ മഹാനടനെ അതിൽ നിങ്ങൾ കാണും. ഇങ്ങനല്ല, ഇതില് ക്ഷീണത്തിലാണ്. ഇങ്ങനല്ല, ഇതില് ക്ഷീണായിട്ട് സ്കെൽറ്റായിട്ട് കുറഞ്ഞ ചില്ലറ ക്ഷീണുള്ളൂ. ഒരു മരിച്ച വീട്ടിൽ കയറി പോവാ. ഏതായാലും ആ വീഡിയോ ഞങ്ങള് എന്തായാലും സെർച്ച് ചെയ്ത് കാണും. അപ്പൊ നോക്കട്ടെ, ഉസാറാവട്ടെ. പിന്നെ ഒരുപാട് അതേമാതിരി അവസരങ്ങൾ കിട്ടട്ടെ. നിങ്ങളെ പേരെന്താ? എന്റെ പേര് ആയിഷ. നിങ്ങളിപ്പോ ഒന്നും ചെയ്യുന്നൊന്നുമില്ല? ജോലിക്ക് പോകുന്നില്ല. ആദ്യം പോയിനോ? ജോലിക്ക് ഗൾഫിലും പോയി, ഇപ്പൊ നാട്ടില് വന്ന് പ്രസവ പണിക്കൊക്കെ പോകുന്നു. ശരി. ഗൾഫിലൊക്കെ പോയി. അത് ഓഫീസ് തുറന്ന കാരണം പണിക്ക് പോക്കില്ല. കാലുവേദന ഉള്ളതുകൊണ്ടിട്ട് എങ്ങോട്ടും പോക്കില്ല. ഇതിപ്പോ നിങ്ങളെ മൂത്ത മോനെ ഇപ്പൊ ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ട് ഇപ്പൊ അതും പോകാൻ വയ്യല്ലേ? അപ്പൊ ഇങ്ങനെ ഇതിപ്പോ ഇങ്ങനെ ചെലവ് കഴിഞ്ഞ് പോവാണ് ശരിക്കും പറഞ്ഞ. ചെലവ് ഞാൻ എന്റെ ചെലവ് അതന്നെ ഉള്ളു അല്ലേ? വാപ്പ മരിച്ചിട്ട് 4ാമത്തെ ആണ്ടായി. പിന്നുള്ള ഒരു പെങ്ങളാണ്, പാട്ടിന് പാടുന്ന. അങ്ങനെ തട്ടിമുട്ടി പോണു അല്ലേ? സാറാട്ടെ. ഏതായാലും പിന്നെ ഞാനിവിടെ വന്നപ്പോ ഇങ്ങനെ കണ്ട് സംസാരിച്ചപ്പോഴേ അപ്പൊ ഒന്നൊന്ന് വീഡിയോ എടുക്കണം തോന്നി. അപ്പൊ അതുകൊണ്ടാണ് സന്തോഷം. അതന്നെയാണ് നമ്മള് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ അവിടെ മനസ്സിലുള്ള ടെൻഷൻ പോവുക, അല്ലാണ്ട് ഒറ്റപ്പെട്ട മാതിരി. രാവിലെ മുതൽച്ച് രാത്രി വരെ ഒറ്റപ്പെട്ടല്ലോ എന്നുള്ളൊരു ഇതിലുണ്ടാവും. ആരെയും കണ്ട് ഫ്രണ്ട്ഷിപ്പായി ഞാൻ വെച്ചാൽ എല്ലാരോടും സംസാരിക്കും. ഞാൻ എല്ലാരോടും സംസാരിക്കും. ആരെ കണ്ടാലും മനാഫ് വന്നിട്ട് ഞാൻ മനാഫിനോട് വർത്താനം പറഞ്ഞു. ഇവിടെ വന്ന് വർത്താനം പറഞ്ഞു. നമ്മളെ പ്രോഗ്രാമിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് മനാഫിനെ കണ്ടു പോകുന്നതാണ്. അവിടെ ഒന്ന് സംസാരിച്ചല്ലേ? ആള് സാറാ, പൊളി ആളാണ്. മുപ്പരെ കുറിച്ച് ഒന്നും പറയാനില്ല അല്ലേ? ഒന്നും പറയാനില്ല. സാറാണ് ആള്. അപ്പൊ അങ്ങനെ പോണ് അല്ലേ? ഇങ്ങനെ പോന്ന്. ഈ കടല് ഇത് പേര അങ്ങോട്ട് അടിക്കാറുണ്ടോ? വരിസം വരുമ്പോ കടല് കേറും. നമ്മള് സ്കൂളിൽ പോവാൻ നിന്നിട്ട് നമ്മളാരും പോയിട്ടില്ല. ഇവിടെ എല്ലാരും പോയി. നിങ്ങളിവിടെ ധൈര്യത്തോടെ നിന്ന് കടലമ്മ ചതിക്കൂല അല്ലേ? പകൽ അവിടെ പോയിരിക്കും, രാത്രിയാകുമ്പോ ഇവിടെ വന്ന് നടക്കൂലേ?
പിന്നെ അന്ന് പാർട്ടിക്കാര് ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്നത് ആ അതിൽ കിച്ചണിൽ പോകാൻ കഴിയില്ല. ഇവിടെ ഈ വീടിന്റെ ഇതൊക്കെ വെള്ളം കയറിയതാ? എല്ലാം വെള്ളം കയറിയതാ. ബാക്ക് പോയെല്ലാം പണി. അവിടെ മൊത്തത്തിൽ വെള്ളം കയറിയല്ലേ? ആ റോട്ടിൽ പോയിട്ട് അതെല്ലാം വാരിക്കൊണ്ടാണ് എന്ത് ചെയ്യാനല്ലോ. അല്ല, ജീവിതം ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ പടച്ചം കൊടുക്കുന്നത്. പല പരീക്ഷണങ്ങളാണ് അതില് എല്ലാം ആരെയും പരീക്ഷിക്കാണ്ടിരുന്നാൽ അല്ലാത്തൊരു പുറത്തി അത് ഉറപ്പല്ലേ. എന്തായാലും ഒരു പരീക്ഷണമായിരിക്കും. ഇപ്പൊ എന്തിനാണ് ഒരു ഉയർത്തലും ഒരു എല്ലാം പറഞ്ഞ മാതിരി കാര്യങ്ങളുണ്ടാവും. അതെ അതെ അതെ. ഏതായാലും ഇവിടെ വന്ന് ഒന്ന് കാണാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. പുതിയ ആളുകളെ പരിചയം സ്ഥലത്ത് നമ്മൾ പുതിയ ആളുകളെ നമ്മൾ പരിചയപ്പെടുന്നത് ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് കാണാൻ അല്ലാഹു വിധി കൂട്ടി തരട്ടെ. ആമീൻ. അപ്പൊ നമ്മളെ ഇക്കാന്റെ വൈഫാണിത്. പിന്നെ നിങ്ങൾ എന്താ ചെയ്യണത്? ഞാൻ സ്നേഹതീരം കനവ് എന്ന് പറഞ്ഞ അവിടെ പിന്നെ ഭക്ഷണം വെക്കലാണ് ജോലി. ഭക്ഷണം വെക്കലാണ്. അവിടെ ഇപ്പൊ 3 വർഷമായി. 3 വർഷമായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ അവരുടെ ഒരു ഇതും പിന്നെ അള്ളാഹുവിന്റെ ആ ഒരു ഇതും കൂടി അതിന്റെ കൂടി രണ്ടും കൂടി ഉണ്ടാവും. രണ്ടും കൂടി ആയിട്ട് ഇങ്ങനെ പോകുന്നു. നല്ല ചില്ലറ അസുഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മാഷാ അല്ലാഹ് ഓല പ്രാർത്ഥന കൊണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടല്ലേ? എന്താ സുഖമില്ലായി? സുഖം എന്താന്ന് വെച്ചിട്ട് കുറെ വാദത്തിന്റെ 2 പ്രാവശ്യം കൊഴിഞ്ഞു പോയതാ. പിന്നെ 2 സർജറി ചെവിക്ക് കഴിഞ്ഞതാ. പിന്നെ ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞതാ. അപ്പൊ അതിനൊക്കെ മറി കടന്ന് ഇവരെ നോക്കുക. അല്ലാതെ എന്നാലും അത് അതിന്റെ ഒരു കൂലി വേറെ ഉണ്ടാവും. അസ്വസ്ഥതായിട്ട് എനിക്ക് തന്നെ ശാരീരികമായിട്ട് വേദന അസുഖങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ മറന്ന് ഒരിക്കലായിട്ട് ഒരു ജീവിതം നമ്മൾ മാറ്റിയേക്കില്ല. അതൊരു നല്ല മനസ്സാണ്. അങ്ങനെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. ഞങ്ങക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അതിന് വന്നപ്പോ കണ്ടോണ്ട് ചോദിച്ചത്. ഇക്ക പറഞ്ഞു അവിടുത്തെ ഇതാണെന്ന് പറഞ്ഞപ്പോ ഞാനവിടെ നോക്കിയപ്പോ കണ്ടില്ല. പിന്നെ ഏതായാലും വരുമ്പോ നിങ്ങൾ കാണണമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ തിരിച്ചു വന്നത്. ഞാൻ കണ്ടു, പക്ഷെ ആരാന്ന് എനിക്ക് അറിയില്ലല്ലോ. ഞാൻ പിന്നെ പൊതുവേ ഞാൻ കൂടുതൽ ആരുമായിട്ട് അങ്ങനെ ഇടപെട്ടാലും നല്ലൊരു ആളാണ്. പക്ഷെ കുറച്ച് ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് സംസാരിക്കും. ഏതായാലും കാണുന്നത് ഒരുപാട് സന്തോഷം. ഓക്കെ. ഭയങ്കര ചിത്രകാരനും കൂടിയാണ്. ഞാൻ ആ ചിത്രം വരച്ചതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ പ്രാവിനെ വരച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അടിപൊളി പ്രാവ്, നല്ല വെള്ളരി പ്രാവ്. സാറായില്ലേ? രണ്ട് നമ്മളെ ചെക്കന്മാരുണ്ടല്ലോ അവിടെ. കണ്ടില്ല നിങ്ങള്? ആരൊക്കെ ഇവിടെ വന്നേ? തൊട്ടോ? ഇവിടെ തൊടണതാ. ഇങ്ങനെ അങ്ങനെ തലമ തൊട്ടാല് അവിടെ കിടക്കും. അപ്പൊ ഞാനിവിടെ വന്നോണ്ട്, പിന്നെ ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നോണ്ട് പുതിയ കുറച്ച് ആളുകളെ, അതായത് ഈ കടപ്പുറത്തിന്റെ മുത്തുകളെ നിങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ മക്കളെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഷൗക്കത്ത് BVM എന്നാണ്, അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരെ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.